നിങ്ങളുടെ വീട്ടിലെ ഒരു വളർത്തുമൃഗം, അത് പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ആകട്ടെ, ഈ ഒരു ജീവിയെ കൊണ്ട് നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു പോവുക, നിങ്ങൾക്ക് കിട്ടേണ്ട ക്യാഷ് മുടങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഏത് രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അത്തരം ഒരു രസകരമായ വാർത്തയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ്. തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചൊങ്ക്വങ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ അവിടുത്തെ സ്ഥിര താമസക്കാരിയായിട്ടുള്ള 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിക്കാണ് ഇത്തരം രസകരമായിട്ടുള്ള ഒരു പണി കിട്ടിയിരിക്കുന്നത്. തൻ്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ച തൻ ലാപ്ടോപ്പില് തൻ്റെ കമ്പനിയുടെ മേലുദ്യോഗസ്ഥന് തനിക്ക് ജോലിയിൽ ഇനി തുടരാൻ താല്പര്യമില്ല എന്നും തനിക്ക് ജോലി താൻ റിസൈൻ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളൊരു മാറ്ററൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ആളിങ്ങനെ വേണോ വേണ്ട, അയക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ വളർത്തുന്ന പൂച്ച എടുത്തൊരൊറ്റ ചാട്ടം ചാടിയത് നേരെ കമ്പ്യൂട്ടറിന്റെ എൻ്റർ കീയില്. മെയിൽ അങ്ങോട്ട് പോയി. അതപ്പോൾ തന്നെ ബോസിന് കിട്ടുന്നു. ബോസ് അത് റിസീവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആളുടെ ജോലിയും പോയി. ആ ആനുവലില് എൻഡ് ഓഫ് ദ ഇയർ ആയിരുന്നു. ആ വർഷം കിട്ടേണ്ട അവരുടെ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഈ യുവതിയുടെ വീട്ടിലെ 1-2 പൂച്ചകളല്ല, 9 പൂച്ചകളാണ് ഈ യുവതിക്കുള്ളത്. ഈ 9 എണ്ണത്തെയും തീറ്റി പോറ്റാൻ വേണ്ടിയിട്ട്, വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരത്തി ഈ ജോലിക്ക് വന്നത് കേട്ടോ. പുള്ളിക്കാരത്തിക്ക് വല്ലതും തിന്നാൻ വേണ്ടിയിട്ട് മാത്രമല്ല, 9 പൂച്ചയുണ്ട്. അപ്പൊ ഈ 9 പൂച്ചകളെയും പുള്ളിക്കാരത്തിക്ക് കൃത്യമായിട്ടും തീറ്റി പോറ്റണം. അതിന് നല്ലൊരു സംഖ്യ മാസം വേണം. അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി പോയി. ഇനി പൂച്ചയെ നോക്കണമെങ്കിൽ അടുത്ത ജോലി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തി അടുത്ത ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈനയിലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ അഥവാ ന്യൂ ഇയർ, അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അന്വേഷണം കുറച്ചും കൂടി ഊർജിതമാക്കണമെന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത്. ഇതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. പാവം പിടിച്ച യുവതി എന്തോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു മെയിലൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു. ഈ ബോസിനെ അയച്ചു കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് വളരെ ഡബിൾ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് പൂച്ച കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ട് ആ മെയിൽ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അപ്പൊ പൂച്ച മെയിൽ അയക്കുന്നതിന്റെ CCTV ദൃശ്യം പുള്ളിക്കാരത്തിന്റെ വീട്ടിലുണ്ടെന്നാണ് ഇപ്പൊ പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായാലും പൊന്നു പൂച്ചേ, നീ ഈ പാവം പിടിച്ച യുവതിയുടെ കഞ്ഞികുടി മുട്ടിച്ചല്ലോ. ബാക്കി നിന്റെ കൂട്ടത്തിലുള്ള 8 പൂച്ചകൾക്കും നീ പണി കൊടുത്തു. അറിയാതെയാണെങ്കിൽ പോലും നീ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. അപ്പോൾ ചൈനയിലെ ഈ ചൊങ്ക്വങ് സ്വദേശിയായിട്ടുള്ള 25കാരി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ആകുലത. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.